രാവിലെ ചായക്ക് എന്തുണ്ടാക്കുന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് നമ്മൾ ആലോചിച്ച് ചക്കരച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ശർക്കര ഉരുക്കി സമയം കളയൊന്നും വേണ്ട. നമ്മൾ ശർക്കര പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു. കുറച്ചധികം നാളായി ചക്കരച്ചോറ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ആ പരാതിയും തീർന്നു കിട്ടിയല്ലോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾക്ക് ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടിയാണ്. ഉച്ചയ്ക്ക് നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചു. ബീഫ് ഇവിടെ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉച്ചക്കത്തേക്ക് മാത്രം നമ്മളൊരു ഇത്തിരി കറിയേ ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ചുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കുറേ ഉണ്ടാക്കാനാണ് പാട്. അങ്ങനെ സ്പൈസസ് ഒക്കെ ഇട്ട് നല്ലോണം പൊട്ടിച്ച് അതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക് ഇട്ട് പിന്നെ കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് നല്ലോണം മൂപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ ആ സമയത്താണ് കുരുമുളക് പൊടി ഇല്ല എന്നുള്ള കാര്യം ഓർത്തത്. വേഗം തന്നെ കുരുമുളക് പൊടിച്ചു. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ടു. പൊടികളെല്ലാം കൂടി നല്ലോണം മൂപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ചേർത്തു. വീണ്ടും എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി നമ്മളൊരു ഇത്തിരി വെള്ളം കൂടി ഇതിലേക്ക് എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരിത്തിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട്, അതും കൂടി ഇട്ടിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി നല്ലോണം മിക്സ് ചെയ്യുക. എരിവൊക്കെ നോക്കിയിട്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതോടെ നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് ഇതാണ്: ചോറ്, ബീഫ് റോസ്റ്റ്, പയറ് തോരൻ, പിന്നെ പപ്പടം. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.